ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ നമുക്ക് വായിക്കാം. ഇതൊരു ക്രിസ്മസ് സീസൺ ആണല്ലോ. എല്ലാ കടകളിലും ഡിസ്കൗണ്ട്, എല്ലാ കടകളിലും നക്ഷത്ര വിളക്കുകൾ. പൊതുവെ മാർക്കറ്റിൽ ഒരു ചലനം. ആളുകൾ കേക്കുകൾ വാങ്ങിക്കൊടുക്കുന്നു. ഏറ്റവും ലക്ഷക്കണക്കിന് രൂപയുടെ കേക്കുകൾ നിർമ്മിക്കപ്പെടുന്നു. എത്ര സുന്ദര നിമിഷം! ഈ സമയത്ത് ഈ കേക്ക് നൽകുന്ന സന്ദേശം, ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം, ആട്ടിടയന്മാർ നൽകുന്ന സന്ദേശം, വിദ്വാൻമാർ നൽകുന്ന സന്ദേശം, മേരി നൽകുന്ന സന്ദേശം, അങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിമ്പ്രദേശത്ത് പാർത്തിരുന്നു. എന്തായാലും ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് ടെന്റടിച്ച് വെളിയിൽ കിടക്കുന്ന മനുഷ്യർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെന്നും വിദ്യാഭ്യാസത്തിൽ കുറവുള്ളവരാണെന്നും ചിന്തിക്കുന്നതിന് സാധ്യത കൂടുതലല്ലേ? നോക്കൂ, അവരുടെ അടുക്കലേക്ക് കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ക്രിസ്മസ് പാവപ്പെട്ടവരുടെ ഉത്സവമാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അയച്ചു. 2024 ക്രിസ്മസ് വാരത്തിൽ പവർ വിഷൻ പറയാനുള്ള ഒരു സന്ദേശം കേട്ടുകൊള്ളുക. ഏതെങ്കിലും വിധത്തിൽ ദാരിദ്ര്യവും ഞെരുക്കവും കഷ്ടവും അനുഭവിക്കുന്നവരുടെ അടുക്കലേക്കാണ് മാലാഹമാർ വരുന്നത്. ഇന്ന് ആ മാലാഹ ഈ പവർ വിഷന്റെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അതെ, അന്ന് വന്ന ദൂതന്മാർ പോയത് ഹെരോദാവിൻ്റെയും അന്നാവിൻ്റെയും കയ്യേപ്പാവിൻ്റെയും ഒന്നും കൊട്ടാരങ്ങളിലേക്കല്ല. കർത്താവിന്റെ ദൂതൻ വന്നത് വെളിമ്പ്രദേശത്ത് ടെന്റടിച്ച് കിടക്കുന്ന ബുദ്ധിമുട്ടുന്നവരുടെ ഇടയിലേക്കാണ്. ഇന്ന് നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ആ ദൂതൻ ഇന്ന് പവർ വിഷൻ വഴി നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ്. വന്നിട്ട് എന്താണ് പറയുന്നത്? ഭയപ്പെടേണ്ട. അതാണ് 1-ാമത്തെ സന്ദേശം. ഡോണ്ട് വറി. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, ഭയപ്പെടണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടണ്ട. മനുഷ്യരെല്ലാം പേടിച്ച് നിൽക്കുക. ഇത് എന്നും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ദൂതൻ പറയുകയാണ്, പേടിക്കണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. ദരിദ്രരുടെ അടുക്കിലേക്കാണ് വന്നതെങ്കിലും ദരിദ്രർക്ക് മാത്രമുള്ള സന്ദേശമല്ല, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അത് ദരിദ്രരെ അറിയിച്ചാലുള്ള ഗുണം ധനവാന്മാർ തന്നെ അറിഞ്ഞുകൊള്ളും. മിഡിൽ ക്ലാസ് ആളുകളും വാർത്തകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്നാൽ ദരിദ്രനെ അറിയാതെ പോകും. അതുകൊണ്ട് ദരിദ്രനെ അടുക്ക വന്ന് പറയുകയാണ്. എന്താണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തുവിൻ്റെ ആഗമനം. ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ് സന്തോഷമാണെങ്കിൽ 2-ാമത്തെ വരവ് എത്രയധികം സന്തോഷം. ഇന്നുവരെയും കർത്താവിൻ്റെ 1-ാമത്തെ വരവ്, അതായത് പാപിയെ രക്ഷിക്കാൻ വന്നത്, അറിഞ്ഞിട്ടില്ലാത്ത ജനകോടികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ ഈ വർഷം നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഈ ക്രിസ്മസിന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ
പവർ വിഷൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അന്ന് വന്ന ദൂതൻ ഇന്ന് വരുന്നത് സുവിശേഷകന്റെ വേഷത്തിലാണ്, പവർ വിഷനിലൂടെയാണ്. ഈ ടെക്നോളജിയൊക്കെ വികസിപ്പിച്ച് തരുന്നത് ദൈവമല്ലേ? ഇത് കേൾക്കാതെ പോകരുത്, അറിയാതെ പോകരുത്. സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തു. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.